അപ്പോൾ ഇത് ആ ആക്ടറെ കുറിച്ച് മാത്രമല്ല, മറിച്ച് മൊത്തത്തിൽ തമിഴ് സിനിമയുടെ കോമഡി സ്പേസ് കൈകാര്യം ചെയ്തിരുന്ന അതത് കാലഘട്ടങ്ങളിലെ പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റുകളെ കുറിച്ചാണ്. അപ്പോൾ 80s 90s കാലഘട്ടങ്ങളിൽ തമിഴ് സിനിമയിലെ കോമഡി രംഗം ഭരിച്ചിരുന്നത് ഒന്നല്ല രണ്ടു പേരായിരുന്നു, അഥവാ അതൊരു കോമ്പിനേഷൻ ആയിരുന്നു, സെന്തിൽ ആൻഡ് ഗൗണ്ടമണി. അപ്പോൾ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, ആ കാലഘട്ടത്തിലൊക്കെ ഒരു സിനിമ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഇളയരാജയുടെ ഡേറ്റ് ബുക്ക് ചെയ്യും, ശേഷം ഇരുവരുടെയും സ്ലോട്ട് ബുക്ക് ചെയ്യും, ഇതിനുശേഷം മാത്രമേ ആ സിനിമയിലെ നായകനെ പോലും തെരഞ്ഞെടുക്കുകയുള്ളൂ എന്ന്. അപ്പോൾ ഇവരുടെ ആ ഒരു പ്രസൻസ് അത്രക്കൊരു എസെൻഷ്യൽ എലമെന്റ് ആയിരുന്നു അക്കാലത്തെ ഒരു കൊമേഴ്സ്യൽ തമിഴ് സിനിമയ്ക്ക്. എനിവേസ്, ഇങ്ങനെയൊക്കെയാണെങ്കിലും എന്നിലെ പ്രേക്ഷകന് ഇവരെ കണ്ടു പരിചയമുള്ളത് ഇന്ത്യൻ അല്ലെങ്കിൽ പടയപ്പ പോലുള്ള ചുരുക്കം ചില സിനിമകളിലൂടെയാണ്. ഇനി അടുത്തതായി വരുന്നത് വടിവേലു. ഞാൻ പണ്ട് കണ്ട ഒട്ടുമിക്ക തമിഴ് സിനിമകളിലും ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പക്ഷേ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇദ്ദേഹം കുറച്ച് ലൗഡായിരുന്നു. പക്ഷേ പണ്ട് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന സിനിമയിൽ ജയറാം പറഞ്ഞതുപോലെ തമിഴ് സിനിമയ്ക്ക് വേണ്ടതും അത് തന്നെയാണ്. എന്നാൽ എന്നിലെ പ്രേക്ഷകന് അത് കണക്ട് ആവുന്ന ഒന്നായിരുന്നില്ല. ഇനി അടുത്തതാണ് അന്തരിച്ച നടൻ വിവേക്. ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ പറയേണ്ടത്, നമുക്കൊരു മലയാള സിനിമയിലെ സഹനടനോട് അല്ലെങ്കിൽ കൊമേഡിയനോട് തോന്നുന്ന ആ ഒരു അടുപ്പം അല്ലെങ്കിൽ സ്നേഹം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു അന്യഭാഷ ആക്ടറായിരുന്നു ഇദ്ദേഹം. ആൻഡ് എന്റെ ഒരു അഭിപ്രായത്തിൽ കോമഡി കാണിക്കുന്ന കാര്യത്തിൽ ഇദ്ദേഹം ഒട്ടും ലൗഡ് ആയിരുന്നില്ല, ഭയങ്കര കൺട്രോൾഡ് ആയിരുന്നു. ബോയ്സ്, എന്തിരൻ തുടങ്ങിയ ശങ്കർ ചിത്രങ്ങളിലെ ഇദ്ദേഹത്തിന്റെ കഥാപാത്രം ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്നു. ആൻഡ് ഒരു സ്പെഷ്യൽ മെൻഷൻ കൊടുക്കേണ്ടത് വേലയില്ല പട്ടധാരി എന്ന ധനുഷ് ചിത്രത്തിലെ ഇദ്ദേഹത്തിന്റെ ആ ഒരു കഥാപാത്രത്തിനാണ്. വളരെ സൈലന്റായി സട്ടിലായി കോമഡി പറഞ്ഞു പോകുന്ന ഒരു കഥാപാത്രം, പക്ക ഒരു മലയാളം ആക്ടർ ടൈപ്പ്. ഇനി വരുന്നതാണ് സന്തനം. ഒരു കാലത്ത് തമിഴ് സിനിമയിൽ കത്തി നിന്നിരുന്ന കൊമേഡിയൻ ആക്ടർ. രജനീകാന്തിന്റെ ലിംഗ, അജിത്തിനോടൊത്ത് വീരം, വിജയോടൊത്ത് തലൈവ, വിക്രത്തിന്റെ ഐ, അങ്ങനെ മേജർ ആക്ടേഴ്സിന്റെ പടത്തിലും അറ്റ് ദ സെയിം ടൈം ആര്യ കാർത്തി പോലുള്ള ആക്ടേഴ്സിനോടൊത്തും ഇദ്ദേഹത്തിന് മികച്ച കെമിസ്ട്രി ആയിരുന്നു. പക്ഷെ പോകെ ഇദ്ദേഹം സൈഡ് റോൾ ചെയ്യുന്ന പരിപാടികൾ വിട്ട് സെൻട്രൽ റോളുകളിലേക്ക് കടക്കുകയാണ് ഉണ്ടായത്. അതോടെ പഴയ പീപ്പിൾസ് ഫേവറേറ്റ് ആയ സൈഡ് റോൾ പരിപാടി പൂർണ്ണമായും ഉപേക്ഷിക്കുകയും ചെയ്തു. ഇനി ഇതിനുശേഷം വന്നതാണ് ആക്ടർ സൂരി. പക്ഷേ പുള്ളിയും കുറച്ചു കാലങ്ങൾക്ക് ശേഷം സീരിയസ് റോളുകളിലേക്കും സെൻട്രൽ റോളുകളിലേക്കും നീങ്ങുകയും അതിന് അപ്രിസിയേഷൻ നേടിയെടുക്കുകയും ചെയ്തു. എക്സാക്ട്ലി നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടിന്റെ കരിയറിൽ സംഭവിച്ചതുപോലെ. ഇനി അതിനും ശേഷം വന്നതാണ് യോഗി ബാബു. ഇപ്പൊ ആ ഒരു സ്പേസിൽ നിലനിൽക്കുന്നത് ഇദ്ദേഹമാണെന്ന് വേണം പറയാൻ. അപ്പോൾ ഈ ലിസ്റ്റ് മൊത്തം എടുത്തു നോക്കിയാൽ എന്റെ ഫേവറേറ്റ് അത് ആക്ടർ വിവേക് തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ വീഡിയോയിലൂടെ ആദ്യം പറഞ്ഞ ആളുടെ കരിയർ അസ്തമിച്ചതിന് ശേഷമാണ് മറ്റേയാൾ വന്നത് എന്നൊരു അർത്ഥമില്ല. ഇവരുടെയൊക്കെ കരിയർ പരസ്പരം ഓവർലാപ്പ് ചെയ്തു നിൽക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ, സെന്തിലും ഗൗണ്ടമണിയും ഉള്ള സമയത്ത് തന്നെ വടിവേലുവും അവിടെയുണ്ട്. നീ പറയുന്നത് പോലെ ഒരാൾ പോയതിനു ശേഷമല്ല മറ്റേയാൾ വന്നത് എന്ന കമന്റ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ഒരു പോയിന്റ്.